മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഓണത്തിൽ യൂത്തന്മാരുടെ ക്ലാഷാണ് സംഭവിച്ചതെങ്കിൽ ഇത്തവണ മറ്റു രീതിയിലൊക്കെ സിനിമകൾ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 4 വ്യത്യസ്ത ജോണറുകളിൽ റിലീസാവുന്ന 4 സിനിമകൾ ഇത്തവണത്തെ ഓണം റിലീസിനായി എത്തുമ്പോൾ മെഗാ താരങ്ങൾ, സൂപ്പർ താരങ്ങൾ ഇല്ലെങ്കിൽ പോലും കണ്ടന്റ് വൈസ് സൂപ്പർ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മലയാളി സിനിമ പ്രേക്ഷകരും. ഏറ്റവും ആദ്യമായി എടുത്തു പറയേണ്ടത് ആദ്യത്തെ ചിത്രമായ ടൊവിനോ തോമസ് നായകനാകുന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ്. ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം 3Dയിൽ റിലീസാകുന്നു എന്നത് തന്നെയാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതുമ നൽകുന്ന ഒരു കാര്യമായി മാറുന്നത്. നമുക്കറിയാം, ഏകദേശം 3 കൊല്ലമായി തന്നെ ഈ ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെയായി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടന്റ് അത്രയും റിച്ച് ആവണം എന്നുള്ള അഭ്യർത്ഥന പ്രകാരവും ആവശ്യപ്രകാരവുമാണ് ഈ വലിച്ചു നീട്ടിയത് എന്നുള്ളത് സംവിധായകർ ഉൾപ്പെടെ പറഞ്ഞതാണ്. ഏകദേശം 118 ദിവസത്തെ ഷൂട്ടാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 118 ദിവസം ഷൂട്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ദിവസങ്ങളായി കണക്കാക്കപ്പെടേണ്ടതാണ്. അത്രയും ദിവസത്തെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ARM എന്ന അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തന്നെ പൂർത്തിയാക്കിയത്. 3Dയിൽ റിലീസാകുന്ന ചിത്രം സെപ്റ്റംബർ 12-നാണ് റിലീസിനെത്തുന്നത്. ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം ടൊവിനോയുടെ 50ാമത്തെ ചിത്രമായിട്ടാണ് അജയൻ്റെ രണ്ടാം മോഷണം റിലീസാകുന്നത്. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ഹൈപ്ഡ് ചിത്രമായിട്ട് തന്നെ മാറുന്നു. കൃതി ഷെട്ടി നായികയായി എത്തുന്നു. കൂടെ സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ് തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. നവാഗതനായ ജിതിൻ ലാലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സുജിത് നമ്പ്യാരുടെ തിരക്കഥയിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം. 3 കാലഘട്ടങ്ങളിലായി ചിത്രം കഥ പറയുന്നു. 1900, 1950, 1990 എന്നീ 3 കാലഘട്ടത്തിൽ അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നീ 3 കഥാപാത്രങ്ങളായി ടൊവിനോ എത്തുന്നു. ടൊവിനോയുടെ കരിയറിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പിൾ റോളും ടൊവിനോ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം മച്ച് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമായി തന്നെ അജയൻ്റെ രണ്ടാം മോഷണം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, വ്യാഴാഴ്ചയാണ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡ് കളക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു ദിവസം എക്സ്ട്രാ എന്നുള്ള രീതിയിലും കൂടി നിർമ്മാതാക്കൾ ചിത്രത്തിൽ നോക്കി കാണുന്നുണ്ട്. സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രൊമോഷൻ തന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും അണിയറ പ്രവർത്തകരുടെയും താരങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ നടത്തുന്ന പ്രൊമോഷൻസ് മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി അതുകൊണ്ടാണ് ARMൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജികൾ ചിത്രത്തിൽ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ തന്നെ ARM എന്ന ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രേക്ഷകർക്കുണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം അതേ ദിവസം തന്നെ റിലീസാകുന്ന കിഷ്കിന്ധകാണ്ഡം എന്ന ആസിഫ് അലി നായകനാകുന്ന ചിത്രമാണ്. ചിത്രത്തിൻ്റെ ട്രെയിലർ വല്ലാത്ത രീതിയിലൊരു സംസാര വിഷയമായി സമൂഹ മാധ്യമങ്ങളിൽ മാറിയിരുന്നു. വളരെ ലോ ഹൈപ്പിൽ വന്നിരുന്ന ഒരു ചിത്രമാണെന്ന് എടുത്തു പറയേണ്ടി വരും. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം രഞ്ജിത്ത് അയ്യപ്പൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും കൂടിയാണ് കിഷ്കിന്ധകാണ്ഡം. ആ ചിത്രത്തിലും ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ആസിഫ് അലിയുമായി കൊളാബറേറ്റ് ചെയ്യുന്ന ചിത്രവും കൂടിയാണിത്. അപർണ ബാലമുരളി, ജഗദീഷ് തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. അശോകനും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്നിരുന്ന ഒരു ചിത്രം ട്രെയിലർ കൊണ്ട് വലിയ രീതിയിൽ സംസാര വിഷയമാവുകയും അതിനുശേഷം താരങ്ങളുടെ തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. ആദ്യത്തെ ഓരോ 5 മിനിറ്റ് കഴിയുന്തോറും കഥാഗതി മാറുന്നു. ഇതിനനുസരിച്ചായിരുന്നു നടൻ ജഗദീഷ് സിനിമയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ഹൈപ്പ് ജഗദീഷിൻ്റെ വാക്കുകൾ എന്നതുകൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. കാരണം ജഗദീഷിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സമയവും കൂടിയാണ്. ഹേമ കമ്മിറ്റി വിഷയത്തിലൊക്കെ ജഗദീഷിൻ്റെ വാക്കുകൾ എത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നതാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ജഗദീഷ് നൽകുന്ന ഇൻഡ്യൂഷൻസ് ഒക്കെ തന്നെ പ്രേക്ഷകർ തള്ളിക്കളയാറുമല്ല. അതേ ഒരു ഇൻഡ്യൂഷൻ തന്നെ ജഗദീഷ് മുന്നോട്ട് വെക്കുമ്പോഴേക്കും കിഷ്കിന്ധകാണ്ഡം എന്ന ചിത്രവും എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള സംശയങ്ങളിലൊക്കെ തന്നെ പ്രേക്ഷകർ നിൽക്കുകയാണ്. അതുതന്നെയാണ് സെപ്റ്റംബർ 12-ന് റിലീസാകുന്ന മറ്റൊരു ചിത്രം, പ്രധാനമായ ചിത്രം എന്ന് പറയേണ്ടി വരുന്നത്. മൂന്നാമത്തെ നമ്മൾ എടുത്തു നോക്കേണ്ട ഓണം റിലീസ് കൊണ്ടൽ എന്ന ചിത്രമാണ്. സെപ്റ്റംബർ 13-ന് ചിത്രം റിലീസാകുന്നു. ആൻ്റണി വർഗീസ് പെപ്പയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. സോഫിയ പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നു. കഴിഞ്ഞ ഓണത്തിൽ നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് കൊത്ത, രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ ആൻഡ് RDX ഈ 3 ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ഓണത്തിനെത്തിയിരുന്നത്. വളരെ ലോ ഹൈപ്പിലെത്തിയിരുന്ന RDX ആ വർഷത്തെ ഓണം വിന്നറായി മാറുകയും ചെയ്തു. അതേപോലെ തന്നെ RDXൽ നായകനായി എത്തിയ പെപ്പയും അതിലെ നിർമ്മാതാവായ സോഫിയ പോളും അടുത്ത ഓണത്തിന് വീണ്ടും എത്തുന്നു എന്നുള്ള പ്രത്യേകതയും കൂടി കൊണ്ടൽ എന്ന ചിത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാസ്റ്റ് തന്നെയാണ് ഉള്ളത് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. പ്രധാനമായും രാജ്ബി ഷെട്ടി ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ടർബോ എന്ന ചിത്രത്തിന് ശേഷം രാജ്ബി ഷെട്ടിയുടെ അടുത്ത മലയാള ചിത്രവും കൂടിയാണ് ഇത് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡാൻസിങ് റോസ് ആണ് എന്നുള്ളതാണ്. കാരണം ആര്യയുടെ സർപ്പട്ട പരമ്പര എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹവും ഈ സിനിമയിൽ വരുന്നു. കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹം കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിൽ ദുൽഖറിൻ്റെ വില്ലനായി അഭിനയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ചിത്രത്തിൽ
അതിൻ്റെ കിങ് ഓഫ് കൊത്തയുടെ ക്ലാഷ് ആയിരുന്ന RDXനൊപ്പമുള്ള ടീമുമായി ഡാൻസിങ് റോസ് എത്തുന്നു എന്നുള്ളൊരു സവിശേഷതയും കൂടി ഈ ചിത്രത്തിൻ്റെ ഭാഗമായി എത്തുന്നു. 90% കടലിൽ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ ഒരു ജോണർ, ഒരു ത്രില്ലർ ജോണറിൽ തന്നെ ഈ സിനിമ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ ജോണറിലേക്ക് മാറുന്നു. പെപ്പയുടെ കിൻഡലിഡി എന്നൊക്കെ സോഷ്യൽ മീഡിയ വാഴ്ത്തിപ്പാടുന്നത് പോലെ തന്നെ കൊണ്ടലിലും ആ ഒരു കിൻഡലിഡി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു മാസ് സിനിമയായിരിക്കാം പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. അത് സെപ്റ്റംബർ 13 റിലീസിനൊരുങ്ങുകയാണ്. ഏറ്റവും പ്രധാനമായി മറ്റൊരു ചിത്രമാണ് ബാഡ് ബോയ്സ്. ഒമർ ലുലു സംവിധാനം ചെയ്ത് ഷീലു എബ്രഹാം നിർമ്മിക്കുന്ന ചിത്രമാണ് ബാഡ് ബോയ്സ്. ആ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലെ ഒരു സെറ്റ് ഓഫ് ആളുകൾ വാഴ്ത്തുന്ന ചില കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു തിരിച്ചുവരവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ആകർഷണം. ഒരു വലിയ താരനിര ഈ ചിത്രത്തിലും അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻറ്റപ്പൻ എന്ന കഥാപാത്രമായി റഹ്മാൻ എത്തുന്നു. അതോടൊപ്പം തന്നെ സെന്തിൽ കൃഷ്ണ, ബിപിൻ ജോർജ്, ശങ്കർ, ഭീമൻ രഘു, കൃഷ്ണപ്രസാദ്, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അവരുടെ ചില കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ ട്രെൻഡിങ് ആയി മാറിയിരുന്നതാണ്. ഒരു പാരലൽ യൂണിവേഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ആ രീതിയിൽ ട്രെൻഡിങ് ആയി മാറിയിരുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു ആകർഷണം. ബാബു ആന്റണി ഈ ചിത്രത്തിലും എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു വലിയ താരനിര ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം അണിനിരക്കുന്നുണ്ട്. സൈജു കുറുപ്പ്, ടിനി ടോം എന്നിവരൊക്കെയാണ് മറ്റ് താരങ്ങൾ. ഒരു കളർഫുൾ മാസ് സിനിമയായിട്ടാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിൽ നിന്നുള്ള പ്രതീക്ഷകളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഓണത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 4 ചിത്രങ്ങളുമാണ് പ്രധാനമായും റിലീസിനെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളെ, പ്രത്യേകിച്ച് ഈ വർഷത്തെ ആദ്യത്തെ ജനുവരി മുതൽ ഏകദേശം മെയ് വരെയുള്ള മാസങ്ങളിൽ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ജൂൺ, ജൂലൈ എന്നീ മാസങ്ങൾ, ഓഗസ്റ്റും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു തകർച്ചയിലേക്ക് മലയാള സിനിമ മാറുന്നുണ്ടായിരുന്നു. അതിനൊരു കരകയറ്റാൻ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഓണം റിലീസസായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയിലെ തിയേറ്ററിക്കൽ വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം റിലീസാകുന്ന 4 ചിത്രങ്ങളും വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിന് മോഹൻലാലിൻ്റെ ബറോസ് എന്ന ചിത്രം മാറ്റിവെക്കപ്പെടുന്നു, മമ്മൂട്ടി ചിത്രമായ ബസൂക്ക മാറ്റിവെക്കപ്പെടുന്നു. ഈ 2 ചിത്രങ്ങളും ഓണത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അത് സംഭവിക്കുന്നില്ല. അതെല്ലാം തന്നെ മാറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു താരങ്ങൾ വെച്ചുകൊണ്ട് ഇവരെല്ലാവരും ഓണത്തെ നയിക്കുന്ന രീതിയിൽ മലയാള സിനിമയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായിരിക്കും, ഏതായിരിക്കും ഓണം വിന്നർ എന്നത് സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഓണം റിലീസുകൾ നമ്മൾ നോക്കേണ്ടതാണ്. പ്രധാനമായും ഉണ്ടായിരുന്ന 2 ചിത്രങ്ങളിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് RDX ഓണം വിന്നറായി മാറിയത്. അതുകൊണ്ട് തന്നെ ഈ വർഷം എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് സംബന്ധിച്ച് കാത്തിരുന്ന് കാണേണ്ടത്.